നാപ്പാറ നമുക്കിനി ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. എൻ്റെ ഇവിടെ ഇന്ത്യൻ ഓയിലിൽ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നേരെ ചെല്ലുക, നേരെ നിന്ന് ഈ ജംഗ്ഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അടുത്തേക്ക് പോവാം. കുരിശുമലയ്ക്കുള്ള റോഡ് കാണും. നാപ്പാറയ്ക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പറല്ലേ? അതാ ഞാൻ പറഞ്ഞ വേറെ അതാ പറഞ്ഞ അതെ. അച്ഛൻ അറിയാവേ, ചുമ്മാ നമ്മളെ കളിപ്പിച്ചതാ. സോഡ ഒഴിക്കണോന്ന്. കുടിച്ചു നോക്കിയാണോ? നല്ല സൂപ്പർ സോഡ സംഭാരമാണിത്. ഇതുണ്ടോ, ഇത് നിറച്ച് വെണ്ണയാണ് കിടക്കുന്നത് കേട്ടോ. അടിപൊളി, രക്ഷയില്ല. അങ്ങോട്ട് വല്ലതും ഉണ്ടോ? ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് നാഗപ്പാറയിലാണ്. നാഗപ്പാറയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുരിശുമലയൊക്കെ ഉണ്ട്, പിന്നെ നാഗപ്പാറയുണ്ട്. പിന്നെ അത് ഈ ബൈക്ക് റൈഡേഴ്സിന് പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് അടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഫ് റോഡ് ഞാൻ ഇവിടം വരെ വണ്ടി കൊണ്ടുവന്നുള്ളൂ. ഇനി ഇവിടുന്ന് താഴേക്ക് പിന്നെയും പോകാം. എനിക്ക് വണ്ടി അങ്ങോട്ട് ഇറക്കാൻ കുഴപ്പമില്ല. എന്നാലും നമുക്ക് അങ്ങോട്ട് നടന്നു പോയിട്ട് അവിടെ എന്താണോ ഉള്ളത് നോക്കിയിട്ട് തിരിച്ച് വരാം. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം. അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങോട്ടൊന്ന് നമുക്ക് നടന്നു പോയി അവിടെ എന്താണ് വിശേഷം നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ.
ഞങ്ങളതിൻ്റെ എൻഡ് വരെ പോയിട്ടില്ല. അവിടെ ഒരു തടി കിടക്കുന്നവിടെ ലാസ്റ്റ് ഒരു എൻഡിങ് പോയിൻ്റ് ഞാൻ വെച്ചിട്ട് അവിടെ തിരിച്ച് നടന്നു വരുവാണ്. പിന്നെ എനിക്കൊരു പ്രത്യേക റിക്വസ്റ്റ് പറയാനുള്ളത്, ബൈക്കിൽ വരുന്നവർ കുറച്ച് ദൂരം വരിക, അവിടെ വണ്ടി വയ്ക്കുക, പിന്നെ കാട് ആസ്വദിച്ച് ഈ പ്രകൃതി ആസ്വദിച്ച് നടന്നു പോവുക. അതാണ് ഏറ്റവും അടിപൊളി. അതിനകത്ത് ചെറിയ പാർക്കിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി ഇരിക്കാം, നല്ല വൈബാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പി ഒരു കാരണവശാലും ഇതിലേക്ക് കൊണ്ടുവരരുത്. ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് കുപ്പിയോ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയരുത്. അത്രയും പ്യൂറായിട്ടാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ഇതുപോലെ തന്നെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാം. ബൈക്ക് ഇത് ഇവിടം വരെ വരും, ഇവിടെ വരെ ബൈക്ക് വന്നോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോയാൽ മതി. കുറച്ച് അണയ്ക്കുകയൊക്കെ ചെയ്യും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അവിടെ ചെന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക സുഖമാണ്, നല്ലൊരു ഫീലിംഗാണ് കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പുമാണ്, ഈ പുറത്തെ ചൂടല്ല ഇതിനകത്ത്, നല്ല സുഖമാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് നാഗപ്പാറയ്ക്ക് പോയി. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നാഗപ്പാറ. ഇവിടെ ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. നാഗപ്പാറയെന്ന് പറഞ്ഞു കഴിയുമ്പം അത്ര വലിയ ഡീപ്പായിട്ടുള്ള ഇതൊന്നുമില്ല. ജസ്റ്റ് ഒരു റോഡ് ലെവലിൽ നിന്ന് നിരപ്പായിട്ട് കിടക്കുന്നതാണ്. സ്റ്റീപ്പായിട്ട് അത്ര വലിയ കുത്തനെയുള്ള കയറ്റം ഇറക്കമൊന്നുമില്ല. നല്ല സുഖമായിട്ട് വരാം. അപ്പം ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ ഊരി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളട്ടെ. ഹെൽമെറ്റൊക്കെ തന്നെ ഇവിടെ വെച്ചേക്കുന്നത്, സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ജോഷുമോൻ വരുന്നുണ്ട്. ജോഷുമോൻ്റെ ഹെൽമെറ്റും ജാക്കറ്റുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. അവിടെ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അവിടേക്ക് ഈ ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ ആണ് ഇതൊക്കെ കാണുന്നത്. നമുക്ക് എന്തായാലും അവിടെയും കൂടെ ഒന്ന് പോയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് ആൾക്കാർ ഇവിടെ അറിയാവുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ അവർക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. അറിയാൻ മേലാത്ത ഒത്തിരി പേരുണ്ട്, എന്നെപ്പോലെ അറിയാൻ മേലാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ ചുമ്മാ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ്. അന്നേരമാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനൊരു സംരംഭം ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെയായിട്ട് വന്നില്ലല്ലോ എന്നുള്ളൊരിത്. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ തേനിക്കും കമ്പത്തിനും അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലിമലയ്ക്കും പിന്നെ കൊടൈക്കനാലും ഒക്കെ പോകുന്നത്. ഇത്ര നല്ല അടിപൊളി സ്ഥലം ഇവിടെ ഉണ്ട്. പക്ഷേ അത് നല്ല സ്ഥലങ്ങളാണ്, അടിപൊളി സ്ഥലങ്ങളാണ്. ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താട്ടം ഇറങ്ങി അങ്ങ് പോകാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈവനിങ് ഇവിടെ വന്നിരിക്കണം കേട്ടോ. ഈവനിങ് മസ്റ്റായിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഈവനിങ് വരണം. എനിക്ക് തോന്നുന്നു താഴെ എവിടെയോ വെള്ളം ഒഴുകുന്നുണ്ടെന്നല്ലേ, താഴെ എവിടെയോ വെള്ളം ഒഴുകുന്നുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിച്ചു വരാം. ഓക്കെ, നല്ല നല്ല നാച്ചുറൽ വെള്ളം. അയ്യ അടിപൊളി. ജോഷുമാൻ വെള്ളത്തിൽ കളിക്കുകയാണ്. ഇവിടെ വന്നത് ജോഷുമാന് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടം. അടിപൊളി. കയ്യിൽ ഗ്ലൗസ് ചെയ്തിട്ട് ഉണക്കി വെള്ളം എടുത്ത് കുടിക്കാൻ. ഞങ്ങളുടെ ഹെൽമെറ്റും ജാക്കറ്റും മേളിൽ പാറയുടെ ചോട്ടി ഞങ്ങൾ വെച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ കണ്ടാൽ മതിയായിരുന്നു. കർത്താവേ, ഇവിടെ താഴെ എന്തോ അരുവി ഒഴുകുന്നുണ്ട്. വെള്ളച്ചാട്ടം ഉണ്ടാകും കേട്ടോ താഴെ. വെള്ളച്ചാട്ടം എന്ന് പറയാൻ ഞാൻ ഈ പറയുന്ന അത്ര ഉള്ള വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല കേട്ടോ. വേറെ സ്ഥലത്തു നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ സൗണ്ടാണ്. അത്ര വലിയ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാനിപ്പം അറിയാത്ത കാര്യം പറയാൻ പാടില്ലെന്നാണല്ലോ, അതുകൊണ്ട് മിണ്ടായിരിക്കാം. അവിടെ ചെന്നിട്ട് കാണാം നമുക്ക് എന്താണെന്നുള്ളത്.
ഇവിടെ തെന്നാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓരോ ഫുഡ് സ്റ്റെപ്പും നമ്മൾ നോക്കി ഇറങ്ങുക. ഇവിടെയൊക്കെ ഇത്ര വലിയ സീനില്ല കേട്ടോ, ഇവിടെയൊക്കെ ഒന്നും ഇത്ര പ്രശ്നമില്ല. പക്ഷേ ഇതിനേക്കാളും ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളിൽ അറിയാൻ മേലാത്തവർ പോയി ചെന്ന് അഭ്യാസം കാണിക്കും, ലാസ്റ്റ് പണിയും കിട്ടും. ഈ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടോ നമ്മൾ മേളിൽ നിന്ന് കേൾക്കുന്നത്. കൊള്ളാമല്ലേ, നല്ല തണുപ്പായിരിക്കും. സൂപ്പർ വെള്ളം, നല്ല അടിപൊളി വെള്ളം കേട്ടോ. അത്ര വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം എൻ്റെ ഗ്ലൗസ് വെള്ളത്തിൽ വിടുന്നതാണ്, ഞാൻ അതുകൊണ്ട് പാർപ്പത്തൊക്കെ ഉണക്കാൻ പോവുക. ആഹാ, ഇങ്ങനെ ഒരു 5 മിനിറ്റ് എന്തൊക്കെ സംഭവിച്ചാൽ ഇത്ര നല്ല അടിപൊളി സ്ഥലം നമ്മളിവിടെ കിടന്നിട്ട് ഇത്ര നാളെ നമ്മൾ വാങ്ങിയില്ലായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ സ്ഥലമുണ്ട് ഉള്ള. അടിപൊളി നൈസ് പ്ലേസാണ്. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, ഇവിടെ ഒരു കുട്ടി വെള്ളച്ചാട്ടം. നല്ല സ്റ്റീപ്പായിട്ടാണ് ഇങ്ങോട്ട് കിടങ്ങുന്നത്. മഴ സമയത്ത് ഒരു കാരണവശാലും ഇവിടെ വന്ന് നിൽക്കരുത്. സ്ഥലത്തേക്ക് പോവാം. ഇവിടത്തേക്ക് വഴി ഇത്രയേ ഉള്ളൂ. പിന്നെ പ്രത്യേക ഒരു കാര്യം, നട്ടുച്ചയ്ക്ക് ഒരു കാരണവശാലും ഇങ്ങോട്ട് വന്നേക്കരുത്. നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് കരിയും, പ്രത്യേകിച്ച് കരിമ്പാറയും കൂടെയാണ്. അപ്പോൾ നമുക്ക് കയറാം. ഈ ഗ്ലൗ എടുത്തില്ലല്ലോ. ഓ ശരിയാണ്, നമ്മൾ അവനെ ഇട്ടേച്ച് പോകുന്നു. ഗ്ലൗവിന് അവിടെ ഉണക്കാൻ ഇട്ടേക്കുന്ന അലക്കി പിഴിഞ്ഞ് അവിടെ ഉണക്കാൻ ഇട്ടേക്കുന്ന ഗ്ലൗ ആണ്. അവൻ്റെ കൈ കിടന്നതാ, അവർ അലക്കി വരുന്നില്ല. ഗ്ലൗവിന് തുടങ്ങിപ്പഴത്തിന് മുഴുവാട്ടോ വേറെ പിടിക്കുകയാണ് അറിയാണ്ട് പണി അറിയണം. നമ്മുടെ ഗ്ലൗ ഇട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് പോയേക്കാം. താഴെ പോയി തോട്ടിൽ ഇച്ചിരി വെള്ളം കുടിച്ചത് അപ്പായില്ലേ. നമ്മുടെ ഹെൽമെറ്റ് കഴിഞ്ഞ അവിടെ ഉണ്ടോ? നാഗത്തപ്പുറ ചുറ്റി കിടക്കുന്ന വേരിനെ കണ്ടോ? നമ്മൾ ഓർക്കുന്നത് മരമായിരുന്നു, പക്ഷെ മരമല്ല, ഇത് വേറെ ഏതാണ്ട വേരിൻ്റെ മരം ഏതാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. പതിമുഖമാണോ എന്ന് ചെറിയ ഡൗട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമെന്നറിയാമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുണ്ടോ തേക്കെ അങ്ങോട്ട് ചുറ്റി പറഞ്ഞ് മലമ്പാമ്പൊക്കെ ചുറ്റുന്ന പോലെ ഇതുണ്ടോ, ചുറ്റി പൊളഞ്ഞു വെച്ചേക്കുക. ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ, ഇതിൻ്റെ ബാക്കി ഇനിയുണ്ട്. ഇനി അടുത്ത് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് കേട്ടോ, ചെറിയൊരു നീന്തിക്കുളിയൊക്കെ ആയിട്ട്. അപ്പം ഇതിൻ്റെ ബാക്കി എല്ലാവരും കാണണം കേട്ടോ.